നമ്മൾക്കൊരു പാത്രം എടുക്കാം. എന്നിട്ട് അതിൽ കുറച്ച് സോയാബീൻ നമുക്ക് ചേർക്കാം. ഞാനിവിടെ കുറച്ച് എടുക്കുന്നുണ്ട്. 2 പേർക്ക് കഴിക്കാനുള്ളത് എടുക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് 10 മിനിറ്റ് ബോയിൽ ചെയ്തെടുക്കാം. അതിനുള്ളിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് പെരിഞ്ജീരകം ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ചെറിയ ജീരകം അത് ഒരു 1/2 ടീസ്പൂൺ, പിന്നെ ഒരു 3 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. 3 or 4 എരിവിനനുസരിച്ച് ഇടാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലി, ഹോൾ മല്ലിയായിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 5 ഗ്രാമ്പു, ചെറിയ 2 കഷ്ണം പട്ട, പിന്നെ ചെറിയൊരു ഏലക്ക. ഇതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. 2 മിനിറ്റ് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് ഉണ്ട്. നമ്മൾക്കിതൊന്ന് ചൂടാറിയിട്ട് പൊടിച്ചെടുക്കാം. നമ്മൾ ചൂടാക്കി വെച്ചത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എണ്ണ ചൂടായി നമ്മൾക്കിനി ഒരു 2 സവാള മുറിച്ചത് ഇടാം. എന്നിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുക്കാം. ഇതിനൊരു പച്ചമണം പോകണത് നമുക്ക് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം നല്ല വഴണ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു തക്കാളി ഇടാം, ചെറുതായിട്ട് മുറിച്ചിട്ടത്. ഇത് വന്ന് നമുക്ക് വേഗുന്നതായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം വഴണ് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം അരച്ച് പൊടിച്ച് വെച്ച പൊടി നമ്മൾക്കിടാം. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ചച്ചവ പോകണമെങ്കിൽ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾക്ക് വേവിച്ച് മാറ്റി വെച്ച സോയാബീൻസ് ഇടാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ നല്ലൊരു ടേസ്റ്റും കൂടി നമുക്കിതിൽ കിട്ടും. മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നൊക്കെ ഇവിടെ കുറച്ച് മല്ലി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് 5 മിനിറ്റെങ്കിലും നമുക്കിങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഹൈ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇവിടെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വയ്ക്കാം.
നമുക്ക് ഒരു വിസിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കീപ്പ് ചെയ്യാം. പ്രഷർ പോയിട്ട് നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് വെള്ളം വറ്റിക്കുക. അതിൻ്റെ വെള്ളം നമ്മൾ കാണുമ്പോൾ തന്നെ അറിയും എത്ര ടേസ്റ്റാണെന്ന്. ഇത് കുറച്ച് വെള്ളമുണ്ട്, നമുക്ക് കുറച്ച് വറ്റിക്കുമ്പോൾ ഇത് നല്ല തിക്ക് ഗ്രേവി ആവും. നമ്മൾക്കൊരു 5-10 മിനിറ്റ് വറ്റിക്കാം കേട്ടോ. സോ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് അവസാനം ഗാർണിഷിനായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. നമുക്ക് സേവിങ് ബൗളിലോട്ട് മാറ്റാം. സോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.